എൻ്റെ പേര് മീനാക്ഷി സുരേഷ്. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ MBA ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. ഞാൻ കഴിഞ്ഞ വർഷം വരെ ചെന്നൈയിൽ AR റഹ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, KM ഹിന്ദുസ്ഥാനി പഠിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ തിരിച്ചു വന്നു, കോഴ്സ് കഴിഞ്ഞോട്ട് തിരിച്ചു വന്നിട്ടാണ് MBAക്ക് ജോയിൻ ചെയ്തത്. എല്ലാ ഓഡീഷൻസിനൊക്കെ പോയി അവസാനം വരെ വരും, അവിടെ നിന്ന് പോവും. അതാണൊരു ഇതുവരെ ഉള്ളൊരു സംഭവം. ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോകുന്നത്. ടെൻഷനുണ്ട്, പക്ഷേ എന്നാൽ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. പാടണം, എന്തായിരിക്കും ജഡ്ജസ് പറയുക, ഞാൻ പാടാൻ പോകുന്നത്, എൻ്റെ തെറ്റുകുറ്റങ്ങൾ അവരുടെ അത്രയും വലിയ മ്യൂസീഷ്യൻസിൻ്റെ അടുത്ത് നമ്മളത് കേൾക്കുമ്പം അത് ഒരു പാഠമല്ലേ, അതെന്തായിരിക്കും, റെസ്പോൺസ് എന്തായിരിക്കും, എങ്ങനെ പാടാൻ പറ്റും അത്രയും വലിയ സ്റ്റേജിൽ, അതൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് പാടാൻ വേണ്ടിയിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. മീനാക്ഷി അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു ചേട്ടാ. കലക്കി. ഔസാർ മീനാക്ഷി അടിപൊളിയായിരുന്നല്ലോ, കലക്കി. താങ്ക് യു സർ. ഇത് നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അണ്ണാച്ചിയുടെ അനിയന്റെ പാട്ടാണ്. അത് മീനാക്ഷിയുടെ ആരായിരുന്നു? എന്റെ മാമൻ. അതാണല്ലേ അത് പാടാൻ പറ്റിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്തിരി ട്രിക്കിയാണിത്. ഇതിന്റെ ഈ സ്വരങ്ങളൊക്കെ പോകുന്നതും മേലെ പോകുന്നതും മേലെ എവിടെ വരെ ദൈവതോ
എവിടെയൊക്കെ എത്തുന്നുണ്ടല്ലോ ഭയങ്കര ഹൈ പിച്ചിൽ പോകുന്നുണ്ട്. അതാ പക്ഷേ ഹൈ പിച്ചിൽ പോകുമ്പോൾ വോയിസിനൊന്നും അങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ. സ്ട്രെയിൻ അങ്ങനെ ഫോൾസാറ്റോ നമ്മൾ സാധാരണ പാടും, പക്ഷേ ഫോൾസാറ്റോ അറിയുന്നില്ല. നാച്ചുറൽ വോയിസ് പോലെ തന്നെ ഹൈ ആണ്, സ്ട്രെയിൻ ഉണ്ട്, പക്ഷേ എങ്കിലും അതാണ് അതിൻ്റെ ഒരു ഭംഗി. അത് നന്നായി. അതായത് ഇതിൽ വളരെ ഏറ്റവും സിമ്പിളായിട്ടെന്ന് വിചാരിക്കും, പക്ഷേ നമുക്ക് സൈക്കിൾ പതുക്കെ ഓടിക്കാനാണ് ബുദ്ധിമുട്ടല്ലേ? അതെ, സ്പീഡിൽ പോകാൻ എളുപ്പ. അതേപോലെ താരാ ആ നോട്ട് കറക്റ്റ് അത് പിടിക്കാൻ ഒന്ന് ശ്രുതി കൊടുത്താൻ സനിപ്പ ഏതോ ഇതയം ஏனோ இதயம் தீம் தீம் சொல்லுதே ஏனோ മനമും തോം തോം சொல்லுதേ. കണ്ടാ എന്ത് രസമുണ്ട്. ഇത് സ്പീഡിൽ ഇതന്നെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. പിന്നെ എനിക്ക് ഔട്ട്സ്റ്റാൻഡിങ് പറയാൻ പറ്റില്ല. യു സാങ് ഇറ്റ് സച്ച് എ ഡിഫിക്കൽട്ട് സോങ് വെരി ഈസിലി, സിമ്പിൾ ആയിട്ട് പാടി. So it's hats off for that. Thank you for so singing much. that. Thank you sir, thank you so much. താങ്ക് യു സാർ. Okay. അഞ്ജലി, മീനാക്ഷി, എന്തോ മാം ശരത് സാറിനെ കാണുമ്പോ പറയണേ, പറയാം എല്ലായിടത്തും സാറ് എനിക്ക് 10 മാമന്മാരുണ്ടെന്ന് പറയാറ്. ശരത് സാറ് മാമനാന്ന് പറഞ്ഞു വന്ന ഒരാളിതാണ് ഫസ്റ്റ് ടൈം. സാറ് ഈ പറഞ്ഞ പോലെ ഭയങ്കര കോമഡിയാണ്, എല്ലാവർക്കും അറിയാം. അറിയാം. പാട്ടിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് വേറെ തന്നെ സാറിന്റെ പാട്ടിന് തന്നെ സാർ ഇങ്ങനെ കോമഡിയൊക്കെ പറഞ്ഞ് എവിടെയൊക്കെ എത്തും. അപ്പം ശരത് സാറിന്റെ പാട്ട് എടുക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ചിരിയാ വരുന്നത്, സാറിന്റെ മുഖവും സാർ പറയുന്ന കോമഡിയൊക്കെ ആലോചിച്ചിട്ട്. പക്ഷെ ആസ് എ മ്യൂസിഷ്യൻ അമ്മാതിരി ലെജൻഡാണ് അദ്ദേഹം. എന്ത് കോമ്പോസിഷൻസ് ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ മോൾ ആ ഒരു ഫാമിലിയിൽ ജനിച്ചത് ഒരു വലിയ ഭാഗ്യമുള്ള കാര്യമാണ്. അപ്പം മ്യൂസിക്കൽ നോളജ് ഉള്ള ഒരു ഫാമിലി, അതുപോലെ പാടുമ്പോഴും നല്ലൊരു വോയിസ്. സാർ പറഞ്ഞ പോലെ ആ ഒരു സ്ട്രെയിൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ലായിരുന്നു, നല്ല ഈസി ആയിട്ട് അങ്ങ് പാടിപ്പോയി. കാരണം ഈ ഒരു പാട്ട് എടുക്കുമ്പോൾ ഞാനൊന്ന് ഒന്ന് പേടിച്ചു. ഇങ്ങനെ ടർബ്യുലൻസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു ഫ്ലൈറ്റിന്. പക്ഷെ ഫ്ലൈറ്റ് നല്ല സ്മൂത്ത് ആയിട്ട് ടേക്ക് ഓഫ് ചെയ്ത് ലാൻഡും ചെയ്തു. താങ്ക് യു മാം, ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഗോഡ് ബ്ലെസ് യു സോ മച്ച് മാം. ശരത് സാറാണോ പാട്ടിലേക്കൊക്കെ ഇറങ്ങാനുള്ള ഇൻസ്പിറേഷൻ? ആക്ച്വലി അമ്മ കണ്ടുപിടിച്ചു ഞാനിങ്ങനെ പാടും എന്നുള്ളത് ചെറുതിലെ കണ്ടുപിടിച്ചു. അപ്പം മാമനാണ് തുടങ്ങിച്ചത്. പിന്നെ അതിനുശേഷം അപ്പൂപ്പൻ പഠിപ്പിച്ചത്. പിന്നെ ഏറ്റവും കൂടുതൽ വീട്ടില് സപ്പോർട്ട് ആരാ? അച്ഛനാണ് എല്ലായിടത്തും കൊണ്ടുപോവുകയും കൊണ്ടുവരികയും എല്ലാത്തിനും സപ്പോർട്ട്. അച്ഛൻ ഫുൾ ടൈം കൂടെ തന്നെ ഇവിടെ വരാനൊക്കെ ഉണ്ടാവും. ഞാൻ കേട്ടോ അച്ഛനുമായിട്ട് എന്തോ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന്. അതെവിടെയാ? പല സ്റ്റേജസിലും പെർഫോം ചെയ്തിട്ടുണ്ട് അച്ഛനുമായിട്ട്. പിന്നെ ഞങ്ങൾ റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനോട് ഉണ്ടെങ്കിൽ ഈ ഫ്രെയിം കാണാൻ നല്ല ഭംഗിയായിരിക്കും. അച്ഛനെ വിളിക്കട്ടെ? അങ്ങനെ വിളിച്ച അച്ഛൻ വരും. വിളിച്ചോ അച്ഛാ. ഞങ്ങളിപ്പോ അച്ഛനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അച്ഛനാണോ ശരത് സാറിന്റെ റിലേറ്റീവ്? അമ്മ. അച്ഛനുമായിട്ട് റീൽസ് ചെയ്യുന്ന കാര്യം പറയായിരുന്നു. അച്ഛനാണ് എല്ലായിടത്തും കൊണ്ടുവന്നു പറഞ്ഞു. അച്ഛനുമായിട്ടാണ് ആദ്യത്തെ ഡ്യുവറ്റ് പാടിയത് അല്ലേ? അതെ. അതും എന്റെ ചാത്തന്മാർ എന്നെ അറിയിച്ചായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അച്ഛന്റെ മകളുടെ ഒരു ഡ്യുവറ്റ് ഒന്ന് കേട്ടാലോ? തീർച്ചയായിട്ടും. 4 വരി അല്ലേ? പൊൻവീണേ എന്നുള്ളിൽ ജന്മങ്ങൾ പുൽകും നിൻ എന്നുള്ളിൽ മൗനം വാങ്ങൂ. ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. ദൂതം പേറി നീങ്ങും മേഘം മഞ്ഞിനേകും ഏതോ കാവ്യം. ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും അരുളി. പൊന്നീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ. ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. അടിപൊളി. കലക്കി. ഉഷാർക്ക് നല്ല കൈഡി.
അങ്കിളുടെ പേര്? എൻ്റെ പേര് സുരേഷ് എന്നാണ്. ആ. സുരേഷ് KG. ഞാൻ കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തു. ഓക്കെ. വൈഫ് വന്നിട്ടുണ്ട്. അവർ SBIയിലെ മാനേജറാണ്. പേര് രജിത ജലാൽ. ഒരു മോളോടുണ്ട്, അവൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. ഓ, അടിപൊളി അടിപൊളി. ഒരാള് SBTയിൽ, ഒരാള് കേരള വാട്ടർ അതോറിറ്റിയിൽ റിട്ടയർ ചെയ്തല്ലേ? അപ്പൊ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ അല്ലേ. റിട്ടയർ ചെയ്തുകൊണ്ട് അവിടെ ഹോൾഡ് ഉണ്ടാവുമല്ലോ. മതി, നമുക്ക് അത് മതി, അത് മതി, അത് മതി. SBTയില് പിന്നെ വേണം വേണം ലോൺ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി ഉടനെ ലോൺ എടുക്കുകയാണ്. മസ്കറ്റിലുള്ളവർക്ക് ഇവിടെ ലോൺ തരുന്ന സ്കീം എന്തെങ്കിലും ഉണ്ടോ? അതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. എല്ലാം നമ്മൾ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ അച്ഛന്റെ സാന്നിധ്യത്തിൽ തന്നെ നമുക്ക് മാർക്സ് കൊടുക്കാം. സാർ, ഒരു കാര്യം കൂടെ സാറിനോട് ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ സാറേ. 2020 തോന്നുന്നു സാറ് കൊല്ലത്ത് ഒരു കോളേജിൽ ഒരു ഫംഗ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ സാറ്? ഫാത്തിമ കോളേജ്. അന്ന് ആ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു സാർ. അന്ന് മീനാക്ഷി സാറിന്റെ ഒരു പാട്ട് പാടിയിരുന്നു, ഓർക്കുന്നുണ്ടോ? അഴലിന്റെ ആഴങ്ങളിൽ. ഓ, അന്ന് സാറ് വിളിച്ച് കുറെ ടിപ്സ് ഒക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. സാർ അത് ഇപ്പൊ വരുന്നുണ്ട് കേട്ടോ, കറങ്ങി തിരിഞ്ഞു വരുന്നുണ്ട്. ഞാനൊരു നന്ദി പറയാൻ വേണ്ടിയാണെന്നുള്ളൂ, അത് വേറൊന്നുമില്ല. നന്ദി പറയാൻ വേണ്ടി ഞാനില്ലായിരുന്നു, ഇവള് മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമായിട്ട് സാറിന് ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. അല്ല, ശരിക്കും എന്തൊരു സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ വീട്ടിൽ അച്ഛന്റെ ഫാമിലിയിലും അമ്മയുടെ ഫാമിലിയിലും ഫുള്ള് മ്യൂസിക്കാണ്. വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. മ്യൂസിക് സത്യം. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒരുപാട് മ്യൂസിക്കിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഓക്കെ, അതിന്റെ തുടക്കം ഇവിടെ ആവട്ടെ. ഹൈ, അങ്ങനെയാണെങ്കിൽ മാർക്ക് കൊടുക്കുക. മീനാക്ഷിക്ക് 43. മഞ്ചേരി മീനാക്ഷിക്ക് 43. ടോട്ടൽ എത്രയായി മീനാക്ഷി? 86. അടിപൊളി അടിപൊളി. അപ്പോ ഇനി ഒരുപാട് പാട്ടുകൾ പാടണം നമുക്ക്. അടുത്ത പ്രാവശ്യം ഒരു അടിപൊളി പാട്ടുമായിട്ട് വാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ശരി. എൻ്റെ പേര് അയ്യപ്പൻ VS. എൻ്റെ സ്ഥലം കരുനാഗപ്പള്ളി, കൊല്ലം. ഞാനിപ്പം സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. മ്യൂസിക്കലി ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലിയാണ് എൻ്റെത്. എൻ്റെ അച്ഛൻ്റെ ഫാമിലി എല്ലാവരും പാട്ടുകാരാണ്. അമ്മയാണ് ആക്ച്വലി എന്നെ ഇങ്ങനെ പ്രിപ്പറേഷനിലൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്യുന്ന അമ്മയാണ്. അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അമ്മയാണ് എന്നെ ഇവിടെ വരെ ആക്കിയത്. ആക്ച്വലി +1 +2 ചെയ്തത് കലാമണ്ഡലത്തിലായിരുന്നു. പിന്നെ ഞാൻ ഡിഗ്രി ചെയ്തത് ചിരൂർ ഗവൺമെൻറ് കോളേജിൽ BA മ്യൂസിക് ആയിരുന്നു. പിന്നെ ചെറുപ്പം തൊട്ടേ ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഗുരുനാഥന്മാരുണ്ട്. ഞാൻ ഇന്ന് ഫാസ്റ്റ് റൗണ്ടിലാണ് പാടാൻ പോകുന്നത്. കവിളിണയിൽ കുങ്കുമം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ് പാടുന്നത്. കവിളിണയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി വാ വാ എന്റെ ഗാഥേ നിന്റെ ചൊടിയിൽ വിരിയും അലരിനളികൾ മധുനുകരും. കവിളിണയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി വാ വാ എന്റെ ഗാഥേ. മനസ്സിന്റെ മാലിനി തീരഭൂവിൽ മലരിട്ടുമാകന്ത ശാഖികളിൽ. മനസ്സിന്റെ മാലിനി തീരഭൂവിൽ മലരിട്ടുമാകന്ത ശാഖികളിൽ. തളിരിലയുണ്ണും കുയിലുകൾ പാടി കരിവള കൊട്ടി പുഴയതു പാടി വനജോത്സ്ന പൂവിടുന്ന പനികയിൽ പാടുവാനായി അഴകിൻ അഴകേ നീ വരുമോ? കവിളിണയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി വാ
അയ്യടാ. എന്തൊരു ശല്യമായത്. മധുമാസരാവിൻ്റെ പൂമഞ്ചലിൽ പനിമതി തീരത്തു വന്നിറങ്ങി. മധുമാസരാവിൻ്റെ പൂമഞ്ചലിൽ പനിമതി തീരത്തു വന്നിറങ്ങി. കസവുള്ള പട്ടിൻ മുലക്കച്ച കെട്ടി നറുനില ചേല ഞൊറിയിട്ടുടുത്ത് മധുരമാം ഗാനത്തിൻ മുരളിയുമായെൻ്റെ അരികിൽ വരാമോ പെൺകൊടിനി. ശല്യം. കവിളിണയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി വാ വാ എൻ്റെ ഗാഥേ നിന്റെ ചൊടിയിൽ വിരിയും മലരിനളികൾ മധുനുകരും. എന്തൊരു കഷ്ടമായത്. അയ്യപ്പ കലക്കിയല്ലോ. പിന്നല്ല, ഇപ്പൊ ഒന്നാമത്തെ സ്റ്റേജ് തന്നെ അയ്യപ്പൻ പൂണ്ട് വിളയാടി അല്ലേ? പഴയ ഓർമ്മകൾ അയവിറക്കി ആ പുറകിൽ നടക്ക അങ്ങനത്തെ ഒരു മൂഡ് പിടിച്ചാണോ അതോ? അങ്ങനെ ആവാമല്ലോ. അങ്ങനെ ആവാം. ഇതിന്റെ എല്ലാമായ ഔസേപ്പച്ചൻ സാർ ഇടിരിപ്പുണ്ട്. എന്തൊരു കോമ്പോസിഷൻ. സാറിന് തന്നെ തുടങ്ങാം. അയ്യപ്പ തകർത്തു. താങ്ക് യു. നിന്റെ ആ ഒരു എന്താ പറയാ, നിനക്ക് ആ പാടുന്നതിലുള്ള നിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ത്രില്ലടിച്ചിട്ട് നീ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് നിനക്ക് ഡാൻസ് ചെയ്യണമെന്നൊക്കെ ഉണ്ട് നന്നായിട്ട്. ഇതിലും നന്നായിട്ട് ഡാൻസ് ചെയ്യും. പക്ഷെ എന്തോ ഒരു വേണോ വേണ്ടയോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ ഡാൻസ് ചെയ്തു. തുടക്കമല്ലേ, ഇപ്പൊ നമ്മളെല്ലാം ഇങ്ങനെ കാണിക്കണ്ടല്ലോ. കുറച്ച് തരാം. ഇത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നല്ല, ഇനി അടുത്തതിന് ഞാൻ ഇവിടെ കിടന്ന് ഉരുളോ. വാവ്, വണ്ടർഫുൾ. അത് തന്നെ വേണം. പിന്നെ ഇവരെന്താണ് ഈ കാട്ടിക്കൂട്ടിയത്? ഇവർക്കൊരു സൂപ്പർ. ഞാൻ ഭയങ്കര ത്രില്ഡായി പോയി. അതിന്റെ എൻഡില് എന്താണത് വായിച്ചത്? ഒരു ബിഗ് ബാൻഡ് വായിക്കുന്ന പോലെ എന്ത് നമുക്ക് ചെയ്യാലോ. പാട്ടല്ലേ മെയിൻ. ആ ഓർക്കസ്ട്രേഷനിൽ അതിനൊരു കേടും വരാതെ അതിനെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കി. ഈ കേട്ടത് തന്നെ കാണുമ്പോൾ നമ്മളിവിടെ പിക്ചറൊന്നും ഇല്ലല്ലോ, അതന്നെ വരാനായിട്ട് അതേ പിക്ചർ ഇട്ടിട്ടല്ലോ ചെയ്യുന്നത്. നമ്മൾക്ക് ഇപ്പൊ ഈവൺ ഇടയ്ക്കുള്ള ഡയലോഗ്സ് പോലും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. സോ ഐ ലവ്ഡ് ഇറ്റ് മാൻ. ഐ ലവ്. അങ്ങനെ വേണം. ദാറ്റ് ജാമിങ് സെഷൻ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദാറ്റ്. അതാണ് മ്യൂസിഷ്യൻഷിപ്പ്. ഓക്കെ, ഐ ലവ്ഡ് ഇറ്റ്. മോനെ അയ്യപ്പ വളരെ നല്ല ഇൻട്രസ്റ്റിംഗ്. ഈ പാട്ട് ഇങ്ങനെയൊക്കെ തന്നെ പാടേണ്ടത് കേട്ടോ. അത് നന്നായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് ആ ദിന്താങ്കിട കിടതക തരികിട അതൊരു സിൽവറൊക്കെ ഇട്ടിട്ടൊരു സാധനം ഉണ്ടായിരുന്നില്ല. അതെന്താ പാടഞ്ഞ്? അത് കട്ട് ചെയ്ത് കളഞ്ഞു അല്ലേ? അത് പാടുവോ? അത് പാടാറുണ്ടോ അങ്ങനെ? അത് പാടാറുണ്ട്. അന്ന് ഒന്ന് പാടി കാണിച്ചു. വരട്ടെ, ഇങ്ങട് പോരട്ടെ. നിന്റെ ചൊടിയിൽ വിരിയും മലരിനളികൾ മധുകരും. ഇതൊരു കഷ്ടമായത്. സാർ ഡൗട്ട്, ഈ ധിം താങ്കൾ ആ സാധനം സാർ പാടിയതാണോ? ഇപ്പൊ ഈ തെറ്റിച്ച് പാടിയില്ലേ, അത് ഞാൻ പാടിയതാ. ശരിക്കും പാടുന്നതൊക്കെ ശ്രീകുട്ടൻ പാടിയതാ. അത് മോഹൻലാല് ഞെളുങ്ങുന്ന ഒരു സീനാണ്. അപ്പോൾ അതൊന്ന് തെറ്റിച്ച് പാടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് പിന്നെ കുറേ ശ്രമിച്ചു. അപ്പോൾ ഈ തെറ്റിച്ച് പാടാൻ നല്ല പാട്ടുകാർക്ക് പറ്റില്ല. അപ്പം അതുകൊണ്ട് എന്നെ വിളിച്ചു, ഞാൻ അത് പാടിക്കൊടുത്തു. ഈ തെറ്റിച്ച് പാടുന്നപ്പോൾ സാർ പാടിയത്? പിന്നെ നമുക്ക് ഇഷ്ടം പോലെ പാടാൻ പറ്റും. ഹാപ്പി. നമുക്ക് അടുത്ത് ചോദിക്കാം. ജീവ, ഞാൻ ആക്ച്വലി ഈ പാട്ട് ഇങ്ങനെ കേട്ട് എൻജോയ് ചെയ്ത് വരികയായിരുന്നു. ഈ കുട്ടി വാ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് എവിടെയോ കണ്ട് പരിചയം. ഒരു മിനിറ്റ്, കണ്ണാടി എടുത്ത് വെക്കട്ടെ. എനിക്ക് അയ്യപ്പൻ എന്ന് പറഞ്ഞ പേരും. ഇനി പറഞ്ഞോളൂ. അയ്യപ്പൻ എന്ന് പറഞ്ഞ പേരും ചിലപ്പം
ആനന്ദാശ്രുക്കളൊക്കെ വന്നാലോ? അതെ ഈ വർത്തമാനം കേൾക്കുമ്പോഴേ ഏതെങ്കിലും ഇതുപോലെ ഒരു ഷോയിൽ വന്ന് പാടിയിട്ടില്ലേ? എന്തെങ്കിലും ഒരു ഇതേപോലെ കുഞ്ഞ് അയ്യപ്പനെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു റിയാലിറ്റി ഷോയില്. അതായിരുന്നു ഞാൻ. അതന്നെയാണ്, അത് എനിക്ക് തോന്നി. ഇന്ന് ആ വല്ലാണ്ട് വായാടിത്തരൊന്നും മാറിയിട്ടില്ലല്ലോ മോനെ. ഇവിടെ കിടന്ന് ഉരുളെന്നൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് ആളെ പിടികിട്ടി. പഴയ സംസാരം അതേ ഇവൻ വളർന്നതിനോടൊപ്പം ഇവന്റെ ദാക്കം വളർന്നു. ആ സംസാരത്തിന്റെ ഇടയിൽ പറഞ്ഞോട്ടെ, അന്ന് അത് ആങ്കർ ചെയ്തിരുന്നത് അപർണയാണ്. വാവ്, അതെ ഞാനത് പറയാൻ വരുമായിരുന്നു. അത് ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയാൻ വരുമായിരുന്നു. കണ്ട, വളർന്ന് വലുതായി വരേണ്ടി അത് വന്നു അത് ഇതപ്പ ഇവനെ എന്റെ കയ്യിലൊന്ന് കിട്ടാൻ. അയ്യോ, പക്ഷെ ഇവൻ ഭയങ്കര കോമഡിയും ഒക്കെ പറഞ്ഞു നടക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഇത് ഇവിടെ വന്നപ്പോ തന്നെ ആളെയൊക്കെ സംസാരിക്കുന്നുണ്ട്, മയക്കെടുത്തല്ലോ. അങ്ങനത്തെ ഒരു ടാലന്റ് ഉള്ള ഒരു കുട്ടി അന്നേ അങ്ങനെയാണ്. അപ്പൊ ഞാന് ആളെ എനിക്ക് ആദ്യം പിടികിട്ടിയില്ല, ആളെ വലിയ പരിചയമില്ലാന്ന് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഞങ്ങള് ആ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ ഞങ്ങള് കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് ചേച്ചി ഞങ്ങളെ ഒരു മോളിൽ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയി സ്നേഹത്തില്. ഞാൻ ഈ പിള്ളേരെ മാത്രം എടുത്ത് കൊണ്ടുപോയി സ്നേഹത്തിന്റെ പേരില്. എന്നിട്ട് ഒരാള് നിയന്ത്രിക്കാൻ ഒരാളും ഉണ്ടായിരുന്നു, എന്റെ മേക്കപ്പ് ചെയ്യണ പയ്യൻ. ഇവരെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ മോളിൽ പോയി ഭക്ഷണം കഴിക്കാൻ. ബാക്കി പറഞ്ഞു. എന്നിട്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള എടുത്തോളാൻ പറഞ്ഞു. ഞാൻ ആദ്യം ഒരു ചില്ലി ചിക്കൻ കഴിച്ചു, പിന്നൊന്നുകൂടെ കഴിച്ചു, പിന്നൊന്നുകൂടെ കഴിച്ചു, പിന്നെ ഒരു 6-8 കഴിച്ചു. അപ്പോഴത്തേക്ക് മഞ്ചേച്ചി വന്നിട്ട് അതിനുശേഷം പിന്നെ ഞാൻ തമാശക്ക് പോലും കൂട്ടുകാരോട് പോലും ഭക്ഷണം കഴിക്കുന്നൊന്നും ചോദിച്ചിട്ടില്ല. ഇല്ല, പിന്നെ ചോദിച്ചിട്ടില്ല. അതിന്റെ കാരണക്കാരനപ്പൊ നീയായിരുന്നു. ഞാനായിരിക്കും. എന്തോരം പരിപാടികളിൽ ഒരു തവണ പോലും എന്നാ നമുക്കൊരു ചായ പോലും കുടിക്കാന്ന് ഒരാളോട് അതിനുശേഷം ആ ട്രോമ കാരണം പിന്നെ പറ്റിയിട്ടില്ല. അന്ന് ഇവൻ എത്ര വയസ്സുണ്ടായിരുന്നു? അന്ന് എത്ര, 10 വയസ്സോ? ഇന്നൊന്ന് വിളിച്ചു നോക്ക്. അയ്യോ, അന്ന് തന്നെ അതാ അവസ്ഥ. ഇന്നെന്തായിരിക്കും? അപ്പൊ അങ്ങനെ നിങ്ങൾ അത്രയും വർഷത്തെ പരിചയമുണ്ട്. വർഷത്തെ പരിചയം, ഒരുപാട് വർഷങ്ങൾ വിട്ടുപോയതാണ്. ഇതാ വീണ്ടും കൂട്ടിമുട്ടി പിന്നെയും വന്ന് വീണ്ടും വന്നു. ചിലത് അങ്ങനെ ഒരു തവണ കൊണ്ടില്ലേ ഒന്നുകൂടെ കറങ്ങി വരും. ജീവിക്കാൻ അനുവദിക്കില്ല അല്ലേ? ഇതിന് ശേഷേ നമ്മൾ ഈ ഷോ കഴിയുമ്പം നമ്മൾ അങ്ങനെ എല്ലാരും പുറത്തുകൊണ്ടുപോയി ഭക്ഷണം അതൊന്നും ഇല്ല കേട്ടോ. പക്ഷെ അസലായിട്ട് പാടി. പഴയ ആ കുട്ടിയിൽ നിന്നും ഇപ്പൊ പുതിയതായിട്ട് വന്നപ്പോഴത്തേക്ക് അതേ ചുറുചുറുപ്പോട് കൂടി അതേ കളിയും തമാശയൊക്കെ ആയിട്ട് നല്ല ഒരു പാട്ട് പ്രസന്റേഷൻ ആയിരുന്നു. സൂപ്പറായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് വാക്ക് തന്ന പോലെ അടുത്ത പ്രാവശ്യം ഏത് പാട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ കിടന്ന് ഉരുണ്ടിട്ടൊക്കെ വേണം അത് പാടാൻ. ചിലപ്പോ സാഡ് സോങ് ആയിരിക്കും, അമരത്തിലെ സോങ് എടുത്തോണ്ട് വന്നാലും ഉരുളണം. നമ്മളൊരു വാക്കൊരു കാര്യം പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കണം. ഓ ശരി, ഞങ്ങൾ പറഞ്ഞില്ല, അയ്യപ്പനാ പറഞ്ഞ അടുത്ത തവണ ഞാനിവിടെ കിടന്ന് ഉരുളും. വി ആർ വെയിറ്റിംഗ്. എനിക്കിതൊക്കെയാണ് ഇൻട്രസ്റ്റ്. എനിക്ക് നിങ്ങൾ പാടുന്ന മാർക്ക് കിട്ടുന്നതിനേക്കാൾ ഉപരി എന്റെ ഇൻട്രസ്റ്റ് പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. അയ്യപ്പന് ഫുൾ സപ്പോർട്ട് ചെയ്യണ്ട. അയ്യപ്പന് ഉരുളാൻ വേണ്ടിയിട്ടുള്ള എന്താ, മണലിറക്കണോ, കല്ല്, മണ്ണ്, നിനക്ക് എന്താ വേണ്ടേ അത് ഫുള്ള് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഒന്ന് ഉരുണ്ടാ മതി. ഓക്കെ, ശരി. അതിനിതൊരു പവർ പാക്ഡ് പെർഫോമൻസ് എന്ന് പറയാം. ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു. ഓർക്കസ്ട്രയും അയ്യപ്പനും എല്ലാരും കൂടി ഇത് ഗംഭീരാക്കി. സൂപ്പർ. താങ്ക് യു ചേച്ചി. അയ്യപ്പ പിന്നെ വീട്ടിലെല്ലാരും എനിക്കൊന്ന് മ്യൂസിക്കായിട്ട് ഭയങ്കര അധികം ബന്ധമുള്ള ആൾക്കാരാണല്ലേ? ആരൊക്കെയാ? അച്ഛന്റെ ഫാമിലി എല്ലാരും അവർ പാടുകയും ചെയ്യും. എനിക്കൊന്ന് കുറച്ചധികം പേര് ഇൻസ്ട്രുമെന്റ്സും വായിക്കും അല്ലേ? എല്ലാം ഉണ്ട്. ഞങ്ങൾ തന്നെ ഉണ്ടെങ്കിൽ ഒരു ഗാനമേള നടത്താം ഫാമിലി മീറ്റിൽ. അയ്യപ്പൻ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വായിക്കോ? ഞാൻ വീണ ചെറുതായിട്ട് വായിക്കും. അപ്പൊ ഒരു തവണ ഒരു പ്രാവശ്യം നമുക്ക് ഒരു ചെറിയ പെർഫോമൻസ് വീണയുടെ കൂടെ വേണം. ഓക്കെ, ഉരുണ്ട് കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, ഇനി ഇഷ്ടം പോലെ പെർഫോമൻസുകൾ ഉണ്ടല്ലോ. അപ്പൊ അയ്യപ്പന്റെ മാർക്സിലേക്ക് പോയാലോ? ഔട്ട് ഓഫ് 50, 42. നൈസ്. അയ്യപ്പ 42. ഓക്കെ, അപ്പം അയ്യപ്പന്റെ ഫസ്റ്റ് പെർഫോമൻസിന്റെ മാർക്ക് 100-ൽ 84. അടിപൊളി. അപ്പൊ ഞങ്ങൾ കാത്തിരിക്കുന്നു അടുത്ത റൗണ്ടിന്, അടുത്ത ഒരു ഉച്ചയ്ക്ക് വേണ്ടിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. ഓക്കെടാ, ബൈ. ഹായ്, ഞാൻ BA മ്യൂസിക് മഹാരാജാസ് കോളേജിൽ പഠിക്കുന്നു. എനിക്കൊരു സിംഗർ ആവണമെന്നാണ് ആഗ്രഹം. ബട്ട് എന്നേക്കാളും ആഗ്രഹം എൻ്റെ ഉമ്മാക്കാണ്. അത് മാത്രമല്ല, ഞാനൊരു കോട്ടയംകാരിയാണ്. എൻ്റെ പേര് അസ്ന ഖാൻ. ചെറുത് മുതൽ പാടും. പിന്നെ ഞാനിങ്ങനെ സ്കൂളിൽ പഠിച്ചപ്പം എൻ്റെ ടീച്ചർ പറയണ ഇങ്ങനെ BA മ്യൂസിക് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, നിൻ്റെ കരിയറിന് പറ്റിയ കോഴ്സ് അതായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ മ്യൂസിക് ഫീൽഡിൽ തന്നെ ഒരു ഗായികയാവണമെന്നൊക്കെയാണ്. അല്ലെങ്കിൽ BA മ്യൂസിക് പഠിച്ചിട്ട് ടീച്ചിങ്ങിന് കയറണം, അങ്ങനെ എന്തെങ്കിലും. ഞാൻ മഞ്ജരി മാമിൻ്റെ തന്നെ പാട്ടാണ് പാടാൻ പോകുന്നത്. ചിന്നി ചിന്നി മിന്നത്തിളങ്ങുന്ന.
മാക്സിമം നല്ലോണം എൻ്റെ ബെസ്റ്റ് എനിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നല്ലപോലെ പാടാൻ പറ്റണം, ഫൈനൽ വരെ ഉണ്ടാവണം എന്ന് ആഗ്രഹം. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വരുളി കണ്ണെനക്ക്, പൂവരശു പൂത്ത കണക്കനി അഞ്ചുന്ന ചേലനക്ക്, നട നടയല്ല നട കണ്ട തീയ മുടിയഴിക്കും നോക്ക്, വെള്ളിക്കിണ്ണം തുള്ളിത്തൊള്ളുന്ന ചീല്. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വരുളി കണ്ണെനക്ക്, പൂവരശു പൂത്ത കണക്കനി അഞ്ചുന്ന ചേലനക്ക്, നട നടയല്ല നട കണ്ട തീയ മുടിയഴിക്കും നോക്ക്, വെള്ളിക്കിണ്ണം തുള്ളിത്തൊള്ളുന്ന ചീല്. കോലത്തിരി വാഴുന്ന നാട്ടിലെ വലിയ കാരനെ കണ്ടു കൊതിക്കും, ഇല്ലത്തുള്ളൊരമ്പ തുറന്നിരം കണ്ടു കളിയാക്കും, സാമുദ്ര കോലത്തെ അണുങ്ങ മുല്ലപ്പൂ വസനയേറ്റു മയങ്ങും, വയലിട്ടെന്നെ കണ്ണെഴുതിക്കാൻ വർമുകിലോടി വരും, പുറംപൊടി പാറിച്ചും പുറക്കളി ആടിച്ചും നോക്കിയില്ല നീ എന്നിട്ടും നീന്തേ. ചിമ്മി ചിമ്മി മിന്നി തിളങ്ങുന്ന വരുളി കണ്ണെനക്ക്, പൂവരശു പൂത്ത കണക്കനി അഞ്ചുന്ന ചേലനക്ക്, നട നടയല്ല നട കണ്ട തെയ്യം മുടിയഴിക്കും നോക്ക്, വെള്ളിക്കിണ്ണം തുള്ളിത്തൊള്ളുന്ന ചീല്. വെച്ചൊരു കരിമ്പു വെള്ളത്തെ പാടത്തലവാ, വാലെടുത്തു വിശല് ഞാനത് മുരിക്കും പൂവാക്കും, അല്ലിമലർ കൂളക്കടവിലയാൽ ഒരു പെണ്ണുങ്ങ കണ്ടുപിടിക്കും, നടു നടപ്പൊത്തവർ നമ്മളെ കെട്ടു നടപ്പാക്കും, എന്തെല്ലാം പാടിച്ചും മിണ്ടാതെ മിണ്ടിച്ചും മിണ്ടിയില്ല നീ എന്നിട്ടും നീന്തേ. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വരുളി കണ്ണെനക്ക്, പൂവരശു പൂത്ത കണക്കനി അഞ്ചുന്ന ചേലനക്ക്, നട 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 കണ്ട തീയ മുടിയടിക്കും നോക്ക്, വെള്ളിക്കിണ്ണം തുള്ളിത്തൊള്ളുന്ന ചീല്. അസ്ന അസലായിരുന്നു കേട്ടോ, ആടിപ്പൊളി. നമുക്ക് പരിചയമുള്ള ആരോ പാടിയതുപോലെ തോന്നുന്നല്ലേ? ആളോട് തന്നെ ആദ്യം നമുക്ക് ചോദിക്കാം. മഞ്ചരി, തലയിരിക്കുമ്പം വാലാടണ്ടല്ലോ ഇതില് അല്ലേ? തലയും വാലൊന്നുമില്ല, സാറ് തന്നെ തുടങ്ങട്ടെ. ഇതില് നമുക്കൊരു ആഗ്രഹം. അതെന്തെന്നറിയോ, പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആയിക്കോട്ടെ എന്ന് സ്വയം അതാദ്യം സാറിന് തലയിലിടുക. മോളെ ഞാൻ തന്നെ പറഞ്ഞേക്കാം, അസ്ന. മോളെ നന്നായിട്ട് നല്ലൊരു പാട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്. ദീപക്കിന്റെ ഒരു അതായത് ഒരു വയലിൻ ഫ്രേസ് പറയാൻ, ഇത് നമ്മൾ പാടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇതിൽ ഒരു സ്വരങ്ങളുണ്ട്. ആ സ്വരങ്ങളെല്ലാം ഈ പിയാനോയിൽ വായിച്ച പോലെ, ഒരു പിയാനോയിൽ നമ്മൾ കേൾക്കില്ല, ഒരു ഇൻസ്ട്രുമെന്റില് ഒന്ന് വായിച്ചാൽ അതേമാതിരി സൗണ്ട് വരുന്ന പോലെ ഒരാൾ കാണിച്ചു തന്നു. അതായിരിക്കുന്ന കാഴ്ചയാ. പിന്നെ എങ്ങനെയാ പാട്ട് നമ്മൾ ഭയങ്കര ഇൻറ്റൊണേഷൻ, ശ്രുതി അത്രയും മനോഹരമായിട്ട് പാടി കേട്ടതാണ്. അപ്പോൾ മോള് നല്ല പാട്ട് സെലക്ട് ചെയ്തു, മോൾക്ക് അത് പാടാൻ നന്നായിട്ട് ടാലൻ്റ് ഉണ്ട്, എല്ലാം മനസ്സിലാവും. പക്ഷെ എന്തോ ഇവിടുത്തെ ഒരു പരിസരത്തിൽ നിന്ന് അതിൽ നിന്ന് ശ്രുതി, ഏത് ശ്രുതിയാണ് കേൾക്കണത് ജഡ്ജ് ചെയ്തിട്ട് എടുക്കാൻ പറ്റാത്തതിൻ്റെ എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഒന്ന് ശ്രുതി പതുക്കെ ഒന്ന് പാടുമോ? അത് ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വരുളി കണ്ണെനക്ക്, ആ കേല്ലേ, വരുളി കണ്ണനക്ക് കേന്ന് പോകരുത് കേട്ടോ. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വരുളി കണ്ണെനക്ക്, പൂവരശു പൂത്ത കണക്കനി അഞ്ചുന്ന ചേലനക്ക്, നട നട എന്നെ നട 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 നട
നട നട എന്നെ നട കണ്ട തെയ്യം മുടിയഴിക്കും നോക്ക് മനസ്സിലായി. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ആ എക്സ്പ്രഷൻ കൊടുക്കാൻ നട നട എന്ന് പറയുമ്പോ കയ്യിൽ നിന്ന് പോകുന്നതാണ്. പക്ഷെ അത് കയ്യിൽ നിന്ന് പോയിട്ടില്ലല്ലോ അവിടെ. അതല്ലേ ഞാൻ ചോദിക്കുന്നത്. എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതെങ്ങനെ പാടിയത്, ഇങ്ങനെ പാടാൻ പറ്റുള്ളൂ എന്ന്. ഇതിങ്ങനെ കേട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും ചോദിക്കില്ല. പക്ഷെ മോള് നന്നായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. അതിന്റെ എക്സ്പ്രഷൻസ് കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിക്കാമായിരുന്നു. എങ്കിലും ഗുഡ് സിംഗിങ് തന്നെ ഞാൻ പറയുള്ളൂ. ഒട്ടും മോശം എന്ന് പറയില്ല. എവിടെയോ എന്തോ ഒരു തടസ്സം കൊണ്ടായിരിക്കാം ഈ ട്യൂണിങ്ങിന്റെ. ഡു യു അണ്ടർസ്റ്റാൻഡ്? അത് മനസ്സിലായ യു ആർ സക്സസ്. അവിടെയാണ് അതിന്റെ വിജയം. അത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഒരു രക്ഷയില്ല കേട്ടോ. കാരണം ചില ആൾക്കാരോട് നമ്മൾ പാട്ട് പാടിപ്പിക്കുന്ന നേരത്ത് ഇതാണ് പാട്ട്. അപ്പൊ ആള് പാടിക്കൊണ്ടിരിക്കുന്ന എന്ന് പാടും. അപ്പൊ നമ്മൾ മോനെ ഇത് ഭയങ്കര ഷാർപ്പാണല്ലോ എന്ന് ശ്രദ്ധിച്ചത്. അപ്പൊ കുറച്ചുകൂടി ഷാർപ്പായിട്ട് പാടിയത് ഇത് ശരിയാണോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു ഇത് ശരിയാ മതി, ഇത് ശരിയാണ് ഉഗ്രനായിട്ടെന്ന് പറയും. അതേപോലെ ആവരുത് പാടുന്നതിൽ ശ്രുതി. പ്രത്യേകിച്ച് ഇത് ടെക്നിക്കലാണ് കേട്ടോ. ഇത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് സോങ്. ആ എക്സ്പ്രഷൻ കൊടുക്കാൻ നോക്കണം നേരത്ത് ആ ശ്രുതിയിൽ പാടുന്നത്. ഇറ്റ് ഈസ് വെരി ടഫ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത് നമുക്ക് കലക്കാം, പൊളിച്ചടക്കണം. ഓക്കെ ഓക്കെ. താങ്ക് യു സാർ. അഞ്ജലി, അസ്നയ്ക്ക് ഭയങ്കര ചമ്മലി പാട്ട് പാടുമ്പോ. എന്താണ്, ജീവ അടുത്ത് നിൽക്കുന്നോണ്ടാണോ? ജീവയുടെ ഭയങ്കര ഫാനാന്ന് ഞാൻ കേട്ടു. ആണോ? ആ വർഷങ്ങളായിട്ടുള്ള ഫാൻ ഭ്രാന്താണ്. അപ്പൊ ജീവ ഇങ്ങനെ നിക്കുന്നോണ്ട് കുട്ടിക്ക് പാടാനും പറ്റുന്നില്ല. ചമ്മലും നാണോ എന്താണ് ഒരു വിഷാദഭാവം? ഇല്ല, എന്തെങ്കിലും പറയൂ. നിങ്ങളുടെ എല്ലാവരുടെയും ഫാനായ എല്ലാവരുടെയും ഫാനാണ്. പക്ഷെ എന്റെ ആവാൻ വഴിയില്ല. ഇപ്പൊ കമന്റൂടെ പറഞ്ഞ തെറ്റ് വന്നാൽ നമ്മൾ തിരുത്തണമല്ലോ. അതെ അതാണ് സ്പിരിറ്റ്. ലൈഫിൽ നന്നായിട്ട് വരുമ്പോളെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ വിചാരിക്കും നമ്മൾ എല്ലാം തികഞ്ഞവരാണെന്ന് വിചാരിക്കും. ആരും ഞാനും ഒട്ടുമല്ല, ഏറ്റവും മോശമാണ്. പക്ഷെ അതിൽ നിന്ന് ഇങ്ങനെ അത് മനസ്സിലാക്കിയത് കൊണ്ട് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നു. അസ്ന നന്നായി പാടിട്ടോ, പാടാത്തോണ്ടല്ല, നന്നായി പാടി. പക്ഷെ എന്നാൽ എല്ലാ കാര്യങ്ങളും സാർ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. കാരണം അതിനകത്തുള്ള ചില സംഗതികൾ, ചില ഭാഗങ്ങളൊക്കെ വളരെ പ്ലെയിൻ ആയിട്ടാണ് അസ്ന പാടിയത്. ഇപ്പം കോലത്തേരി ആ ലൈൻ എന്തായിരുന്നു? കോലത്തേരി വാഴുന്ന നാട്ടിലെ ഈ വാക്കുകൾ വരുന്നുണ്ടോ? കോലത്തേരി വാഴുന്ന നാട്ടിലെ എന്നാണ്. കോലത്തേരി വാഴുന്ന നാട്ടിലെ വലിയക്കാരനെ കണ്ട് കൊതിക്കും. വാക്കുകൾ ക്ലിയർ ആവണം. പിന്നെ ഒരു സംഗതി അതിലുണ്ടായിരുന്നു, കണ്ടു കളിയാക്കും താന, കണ്ടു കളിയാക്കും എന്നാണ് പാടിയത്. അതിനൊരു ചെറിയൊരു കുണുക്ക്. എല്ലാത്തിനും ഇതൊരു ഡ്രാമ പാട്ടാണ്. ഇത് ജസ്റ്റ് ഒരു പാട്ടല്ല. അതിനകത്ത് ഫുള്ളും ഒരു കോൺവെർസേഷൻ ആയിരുന്നു അവർ ഉദ്ദേശിച്ചത്. അതൊരു പാട്ടായി മാറിയതാണ്. ഇത് കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അത് ആ എക്സ്പ്രഷൻ കേട്ട് തന്നെ അത് പാടണം. ജസ്റ്റ് ഒരു പാട്ടല്ല, നമുക്ക് പാടിപ്പോവാൻ പറ്റില്ല. അതിനകത്ത് കുറേ എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മേക്കിംഗ് ആയിരുന്നു. ഇതൊരു എക്സ്പെരിമെന്റൽ പാട്ടായിട്ട് വന്നതാ. അതൊരു നല്ലൊരു ഓർമ്മ കൂടിയാണ് ആ പാട്ടിന്റെ ഒരു രീതി. ഇതില് കുറച്ചുകൂടി വാക്കുകൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ പകുതി പ്രശ്നം തീർന്നു. അപ്പം മോള് പാടുമ്പോഴത്തേക്ക് മലയാളം അറിയാത്ത ഒരാൾ പാടുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആണ്. അപ്പം കുറച്ച് പ്രാവശ്യം അവനവൻ പാടുന്നത് റെക്കോർഡ് ചെയ്ത് കേൾക്കുക. അങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ മനസ്സിലാവും എന്തോ ഒരു കറക്റ്റ് ചെയ്യാനുണ്ട് എന്ന്. ഓക്കെ, അതാണ് ഒരു മെയിൻ പ്രശ്നം എനിക്ക് തോന്നിയത്. പിന്നെ ഈ ടെൻഷൻ കാരണവും വെപ്രാളം കാരണവും ഒക്കെ ഉള്ള ശ്രുതി. പിന്നെ ജീവ കാരണവും. ജീവ ഫാനല്ലേ? അപ്പൊ പേടി. അടുത്ത പ്രാവശ്യം ഇതിപ്പോ ഞങ്ങള് കമ്പനിയായി. അടുത്ത പ്രാവശ്യം ഇപ്പൊ പറഞ്ഞിരുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ അർത്ഥം മനസ്സിലാക്കാന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ ഇത് കേട്ട് കഴിഞ്ഞാൽ ഇതിപ്പോ വലിയ ഞങ്ങള് ഇപ്പൊ വേറൊരു പാട്ട് പാടിയപ്പോ അതിന്റെ ഡെപ്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇതിനും ഡെപ്തും ഉണ്ട്. പക്ഷെ അത് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടാണ് പറയുന്നത്, വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട്. ഇപ്പൊ ചിന്നി ചിന്നി മിന്നി തിളങ്ങണ വാരൊളി കണ്ണനക്ക്. വാരൊളി കണ്ണനക്ക് എന്ന് പറയുന്നതിന് മുമ്പ് അതിനെ കുറിച്ചിട്ടുള്ള ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ചിന്നി ചിന്നി മിന്നി തിളങ്ങണ വാരൊളി കണ്ണനക്ക്. നമുക്ക് ആ ചിന്നി ചിന്നി മിന്നി തിളങ്ങണ വാരൊളി കണ്ണനക്ക് കണ്ടോ? ആലോചിക്കുമ്പോ അവളെ തന്നെ പ്രേസ് ചെയ്ത് പാടുകയാണ്. കണ്ടോ, അയാളെ മയക്കാണ്, പ്രണയത്തിന്റെ വലയത്തിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അവളെ തന്നെ കോൺഫിഡന്റ് ആയിട്ട് പുകഴ്ത്തി പാടുമ്പോ അത്ര നമുക്ക് ഇങ്ങനെ സോഫ്റ്റ് ആയി പാടാൻ പറ്റില്ലല്ലോ. അതാണ് അതിന്റെ എക്സ്പ്രഷൻ. വൺ മോർ തിങ്,
ആ അർത്ഥം നമ്മൾ മനസ്സിലാക്കി പാടുമ്പോൾ നമ്മൾ ആ പാട്ടിനെ സ്നേഹിക്കാൻ തുടങ്ങും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാനിത് മോളോടല്ല പറയണേട്ടോ, ഇത് കാണുന്നവരോടും ഈ ഇവിടെ ഇരിക്കുന്ന ബാക്കി എല്ലാ പാട്ടുകാരോടും കൂടിയിട്ട് പറയണേ. അപ്പം ആ പാട്ടിന് ശരിക്കും ശ്രുതി ലയിച്ച് അത് ഭയങ്കര രസമായിരിക്കും, നമുക്ക് കൊതിയാവും പാട്ട് കേൾക്കാൻ. യു അണ്ടർസ്റ്റാൻഡ്? സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ലിറിക്സ് ആൻഡ് എക്സ്പ്രഷൻ, എന്നിട്ട് അതിൽ ആസ്വദിച്ചുകൊണ്ട് പാടുക. ഇതിപ്പോൾ ആ നൊട്ടേഷൻ പാടിയ പോലെയായിപ്പോയി. ആ നോട്ട്സാണ് പാടുന്നത്, ആ വരികളും. അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. വരികളും നൊട്ടേഷനൊക്കെ പിന്നീട്, ആദ്യം അതിൻ്റെ അർത്ഥം ആലോചിച്ചിട്ട് പാടുക. ഓക്കെ, യു ഗോട്ട് ഇറ്റ്. ഐ തിങ്ക് ദാറ്റ് യു ആർ സ്റ്റഡിയിങ് ഇൻ ദ MA അല്ലേ, BA മ്യൂസിക് പഠിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞത്, അല്ലെങ്കിൽ പറയില്ല. അടുത്ത പ്രാവശ്യം ഞെട്ട് നിങ്ങൾ അല്ലേ, ഞെട്ടിക്കണം. ഇതോടെ ഞാൻ പഠിത്തം നിർത്തി. ഇല്ലല്ലേ അസ്ന, നമ്മള് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് നമുക്ക് ഇത് പാടി ആടെടുത്തൊന്ന് ഒരു 4 വരി കേൾക്കുന്നതിനോട് എന്താണ് അസ്നയുടെ അഭിപ്രായം അല്ലേ? ഈ പാട്ട് തന്നെ അങ്ങനെ ഒരു മേക്കിംഗ് ആയിരുന്നു. ഇത് ആക്ച്വലി ഇതിന്റെ ലിറിക്സ് ഇതായിരുന്നില്ല ആദ്യം. വളരെ നല്ല വള്ളുവനാടൻ മലയാളത്തില് എഴുതിയ ഒരു പാട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇത് ഉറുമിയിലെ ആ പിക്ചറൈസേഷൻ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ് കണ്ണൂർ ഭാഷയിലേക്ക് സ്ലാങ്ങിലേക്ക് കൊണ്ടുവന്നത്. കൈതപ്രം സാർ വീണ്ടും എഴുതി. അങ്ങനെയായിരുന്നു ഇതൊരു. പിന്നെ അവിടെ നിന്ന് ഈ എക്സ്പ്രഷൻസ് ഒക്കെ എല്ലാരും കൂടിയുള്ള കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ചിന്നി ചിന്നി മിന്നിത്തിളങ്ങുന്ന വാരൊളി കണ്ണെനക്ക്, പൂവരശ പൂത്ത കണക്കനി അഞ്ചുന്ന ചേലനക്ക്, നട നട അന്ന നട കണ്ട തെയ്യം മുടിയടിക്കും നോക്ക്, വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല. ചിന്നി ചിന്നി മിന്നിത്തിളങ്ങുന്ന വാരൊളി കണ്ണെനക്ക്, പൂവരശ പൂത്ത കണക്കനി അഞ്ചുന്ന ചേലനക്ക്, നട നട അന്ന നട കണ്ട തെയ്യം മുടിയടിക്കും നോക്ക്, വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല. കോലത്തിരി വാഴുന്ന നാട്ടിലെ വലിയക്കാരനെ കണ്ട് കൊതിക്കും, നിലത്തുള്ളൊരമ്പത്തോരന്നേരം കണ്ടു കളിയാക്കും. സാമോദരി കോലത്തെയാണങ്ങ മുല്ലപ്പൂ വാസന ഏറ്റ് മയങ്ങും, വാലിൽ തന്നെ കണ്ണെഴുതി കൺവാർമുകിലോടി വരും. പുരം പൊടി പാറിയിട്ടും പുരക്കളിയാടിയിട്ടും നോക്കിയില്ല നീ, എന്നിട്ടും നീ എന്തേ? ചിന്നി ചിന്നി മിന്നിത്തിളങ്ങുന്ന വാരൊളി കണ്ണെനക്ക്, പൂവരശ പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്, നട നട അന്ന നട കണ്ട തെയ്യം മുടിയഴിക്കും നോക്ക്, വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല. ആ ഒറ്റ നോക്കില് എല്ലാം ഉരുകി. കേട്ടോണ്ടിരുന്നവരൊക്കെ ഫ്ലാറ്റ്. കിടിലം കേട്ടോ, നല്ല നല്ല ഗൈഡ്. ഈ മൂഡില് മാർക്ക് ചോദിക്കാം. നല്ല അസ്നയുടെ മാർക്സ് പ്ലീസ്. 36. മഞ്ജരി 36. അപ്പൊ എത്രയായി അസ്ന? മണിപ്പാളി. ഓക്കെ, മാത്സ് അറിയില്ല അസ്നയ്ക്ക്, പിന്നെ ഞാനങ്ങ് പറഞ്ഞു കൊടുക്കും. 36 അല്ലേ? 72. അപ്പോ അസ്ന ഫസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞു. ഇനി ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. അടുത്ത റൗണ്ട് മുതൽ നമ്മൾ കലക്കുന്നു. ഓക്കെ, സുല ബൈ. ഫ്ലവേഴ്സ് വോയിസ് ഓഫ് കേരള. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് പര്യവസാനിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട് സാർ ഇതുവരെയുള്ള നമ്മുടെ പോക്ക് വെച്ചിട്ട്? എങ്ങനെ തോന്നുന്നു? വ്യത്യസ്തമായ ഒരു ടൈപ്പല്ല, പക്ഷെ എല്ലാം വ്യത്യസ്തമായ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് വന്നിട്ട് ഇവിടെ പാട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണാൻ നമുക്കൊരു ശരിക്കും ഒരൊറ്റ വേദിയിൽ അതൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമുള്ള സംഭവം. പിന്നെ അവരെല്ലാവരും മോസ്റ്റ് ഓഫ് ദം ആർ വെരി ടാലൻറ്റഡ്. ഇവരുടെ ആദ്യത്തെ പെർഫോമൻസുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പെർഫോമൻസ് വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു 3-4 റൗണ്ട് കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ ഈ റിയാലിറ്റി ഷോന് തന്നെ ഒരു നമ്പർ 1 റിയാലിറ്റി ഷോ ആയിട്ട് മാറ്റാനുള്ള അവരുടെ ഭാഗത്തു നിന്നുണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നു. അങ്ങനെ ആവട്ടെ. നമ്മൾ ഈ ഷോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, പല മേഖലകളിലുള്ളവർ, പല പ്രായത്തിലുള്ളവർ, സംഗീതത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ വരുന്ന വേദിയാണെന്ന്. നമ്മളത് ഓരോ എപ്പിസോഡും നമ്മളത് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യം പല മേഖലയിലുള്ള പല പ്രായത്തിലുള്ളവരാണ് വന്ന് ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരുപാട് ഓഡിഷൻസ് അറ്റൻഡ് ചെയ്ത് അവിടെ നിന്നൊക്കെ റിജക്ഷൻ കിട്ടിയിട്ട് ഇല്ല ഞാൻ ഇതുകൂടെ അറ്റൻഡ് ചെയ്യും, എനിക്ക് എങ്ങനെയും ഒരു വേദി വേണം, പാടണമെന്ന് പറയുന്ന ആ ഒരു സ്ട്രോങ് വില്ലോടുകൂടി വന്ന് ഇവിടെ പെർഫോം ചെയ്യുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടു. ഇനി ഒരുപാട് പേരെ നമ്മൾ കാണാനുണ്ട്. തൽക്കാലം ഇന്നത്തേക്ക് നമുക്ക് പോകാം. സന്തോഷമായിട്ട് ഉറങ്ങി ഉഷാറായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണും. ഓക്കെ,
അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് വോയിസ് ഓഫ് കേരള. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.